നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നമുക്ക് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധം തുടരുമെന്നുള്ള പ്രഖ്യാപനത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ വിഷയങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പാലക്കാട് രമേശ് പിഷാരടിയെ കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ തടഞ്ഞത് വലിയ തോതിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ UDF. ഒപ്പം LDF സ്ഥാനാർത്ഥിയും പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയ സാഹചര്യം. ഈ വാർത്തകളിലേക്ക് നമ്മൾ എത്തും. ആർടെമിസ് 2 ദൗത്യത്തിൻ്റെ ആദ്യഘട്ട വിജയം. ഈ 10 ദിവസം ഇനി അവർ ചന്ദ്രനെ ചുറ്റി ഇങ്ങനെ പറന്ന് പഠനങ്ങൾ നടത്തും. ഇതിലേക്കൊക്കെ നമ്മൾ വിശദമായി കടക്കുകയാണ്. സ്വാഗതം. ആദ്യം തലക്കെട്ട്. We are in this military operation so powerful, so brilliant, against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. ഇറാനെതിരായിട്ടുള്ള യുദ്ധം നിർത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 3 ആഴ്ച കൂടി തുടരും. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തില്ലാതാക്കും. ലക്ഷ്യം എണ്ണയല്ല, മേഖലയിൽ സമാധാനം ഉറപ്പാക്കലെന്ന് US പ്രസിഡന്റ്. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടുവെന്നും അവകാശവാദം. Four, 3, 2, 1. Booster ignition. And next. Good roll pitch. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് ആർടെമിസ് 2 വിക്ഷേപിച്ചു. മനുഷ്യരുമായി ഓറിയോൺ പേടകത്തിന്റെ ആദ്യ യാത്ര, ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയകരമെന്ന് നാസ. വോട്ട് ചോദിച്ചെത്തിയ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞത് BJP കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം. രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പാലക്കാടിന് സംസ്കാരത്തിന് ചേർന്ന പ്രവൃത്തിയല്ലെന്ന് വിമർശനം. വിധിയെഴുത്തിന് ഇനി 7 നാൾ. പ്രചാരണം പാരമ്യത്തിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി എത്തും. മുഖ്യമന്ത്രി കോഴിക്കോട്. LDF UDF പ്രകടന പത്രികകൾ ഇന്ന് പുറത്തിറക്കും. രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. അതിക്രമം നടന്ന കാരവൻ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം. സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കും. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും. ഒൻപത് മണി വാർത്തയിലേക്ക് വിശദമായി. ഇറാനെതിരായിട്ടുള്ള യുദ്ധം നിർത്തില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ എല്ലാ മേഖലയിലും തകർത്ത് ഇല്ലാതാക്കും. അടുത്ത 3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും. ലക്ഷ്യം ഇറാനിലെ എണ്ണ അല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാന്റെ മിസൈൽ സംവിധാനവും സൈനിക സംവിധാനവും തകർത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. We are in this military operation so powerful, so brilliant, against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before.
May God bless the men and women of the United States Armed Forces, and may God bless. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അതെന്താണെന്നുള്ള കാത്തിരിപ്പായിരുന്നു ഇന്ന് രാവിലത്തേക്ക്. ലോകം ഉറ്റുനോക്കിയതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുകയല്ല, യുദ്ധം തുടരുമെന്നാണ്. പക്ഷേ അതിനിടയിൽ പറയുന്നുണ്ട് തങ്ങൾ ജയിച്ചുവെന്നും. എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത്? ട്രംപ് നിലവിൽ ഈ യുദ്ധത്തിന് ഒരു അന്ത്യമില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു, എന്നാൽ ഇത് 2-3 ആഴ്ചകൾ കൂടി ഈ യുദ്ധം തുടരും എന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വർഷം കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് ആണ് ഇത് ഇന്റർസെപ്റ്റ് ചെയ്തത്. അവർ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഈ മിസൈൽ ആക്രമണത്തിൽ മറ്റ് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ടാണ് ഇസ്രായേൽ സേന അറിയിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു കാര്യം വന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ട്രംപിന്റെ ഈ അനൗൺസ്മെന്റിന് പിന്നാലെ ഈ ക്രൂഡ് ഓയിൽ വിലയും നിലവിൽ ഉയർന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില നിലവിൽ കഴിഞ്ഞ ദിവസമൊക്കെ $100 എന്നുള്ള നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്നു ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നതിന് ശേഷം. എന്നാൽ ഇപ്പോൾ അത് $105.38 ഉയർന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില. മാത്രമല്ല, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ട്രംപ് പറയുന്നത് ഈ യുദ്ധത്തിൽ തങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പ്രധാനമായിട്ടും ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ നിലവിൽ അധികാരത്തിലിരുന്ന എല്ലാ നേതാക്കളെയും വധിക്കാനായി. അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഖരങ്ങൾ എല്ലാം ഇല്ലാതാക്കി. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. സേനയെ വീക്കൺ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ നേവി, എയർഫോഴ്സ് എല്ലാം തകർത്തു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഈ യുദ്ധം തുടരുന്നതിനെ മുൻപുണ്ടായിരുന്ന യുദ്ധങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മുൻപ് ഇറാഖുമായിട്ട് 8 വർഷം യുദ്ധം നീണ്ടിട്ടുണ്ട്. വിയറ്റ്നാമുമായിട്ട് 19 വർഷം യുദ്ധം നീണ്ടു. ഒന്നാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും എല്ലാം വീണ്ടും 5-6 വർഷങ്ങൾ നീണ്ടു നിന്നതാണ്. എന്നാൽ ഈ ഇറാനുമായിട്ടുള്ള പോരാട്ടം ഇപ്പോൾ കേവലം എത്തി നിൽക്കുന്നത് 31 ദിവസങ്ങളിലാണ്. ഈ 31 ദിവസങ്ങൾ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സേനയാണ് അമേരിക്ക. അമേരിക്കയുടെ സേന ശക്തമാണെന്ന് ഒന്നുകൂടി തെളിയിക്കുകയായിരുന്നു എന്നെല്ലാം ട്രംപ് പറഞ്ഞു. അതുപോലെ ഈ യുദ്ധം തുടരാനുള്ള കാരണങ്ങളിലൊന്നായി അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത് ഈ യുദ്ധത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടത് ഈ യുദ്ധം അമേരിക്ക ജയിക്കണം, അമേരിക്ക ഈ യുദ്ധം തുടരണം, ലക്ഷ്യങ്ങൾ കാണണം എന്നെല്ലാമാണ് ഈ കുടുംബങ്ങൾ തങ്ങളോട് പറഞ്ഞത് എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇറാനുമായി നിലവിൽ ഡിപ്ലോമാറ്റിക്കായി ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഉടൻ തന്നെ ഫലം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഇറാനിലുള്ള പവർ പ്ലാന്റുകളും തങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളുടെ കാര്യത്തിലും ട്രംപ് നിലവിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. എന്നാൽ ഇതൊരിക്കലും ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു യോജിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലെടുക്ക്, അതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഈ കടലെടുക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കണം. അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ് അമേരിക്ക എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലും റഷ്യയിലും മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ക്രൂഡ് ഓയിലിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയും വെനസ്വേലയും ഉണ്ടാക്കുന്നുണ്ടെന്നും അമേരിക്കയിൽ യാതൊരുവിധ എണ്ണക്ഷാമവും ഇല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയതിൻ്റെ ലക്ഷ്യം ക്രൂഡ് ഓയിലല്ല, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇറാൻ്റെ ഒരു ടെറർ റെജീം അത് വളരെ ഭയാനകമാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ടെററിസമാണ് അവിടെ നടക്കുന്നത്. ആ രാജ്യത്തെ ഭരണാധികാരികൾ മൊത്തം 45,000 ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നെല്ലാം ട്രംപ് ഇന്നത്തെ പ്രസ്താവനയിൽ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തനിക്ക് മുൻപേ അധികാരത്തിലിരുന്ന ഒരു നേതാക്കളും ഇറാന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള
നിലപാടുകൾ എടുത്തില്ല. എന്നാൽ താൻ ആദ്യത്തെ തവണ താൻ അധികാരത്തിൽ വന്ന സമയത്ത് ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ഖ്വാസിം സുലൈമാനിയെ വധിക്കാൻ സാധിച്ചു. ഇപ്പോൾ നിലവിൽ ഈ പോരാട്ടത്തിലൂടെ അമേരിക്കയ്ക്ക് ഭീഷണിയായി ഉയർന്നുകൊണ്ടിരുന്ന അവരുടെ ആയുധ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് അമേരിക്ക വരെ എത്താൻ സാധിക്കുന്ന ദീർഘദൂര മിസൈലുകൾ ഇറാൻ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഈ മിസൈൽ ഫെസിലിറ്റികൾ അമേരിക്ക തകർത്തിട്ടുണ്ട്. മാത്രമല്ല B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇറാന്റെ ആണവ സംവിധാനങ്ങളും തങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു എന്നെല്ലാം ട്രംപ് നിലവിൽ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം നിലവിൽ അവസാനിക്കുന്നില്ല. എന്ന് യുദ്ധം അവസാനിക്കും എന്നതിനെപ്പറ്റി ട്രംപ് ഒരു സൂചനയും നൽകുന്നില്ല. നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ട്രംപിൻ്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ട്രംപ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. റൈറ്റ്. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം അത് യുദ്ധം തുടരുമെന്നാണ് അവകാശവാദം. ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ വധിച്ചു, അവരുടെ ലക്ഷ്യങ്ങൾ തകർത്തു എന്നാണ്. അജയ്, ഒരു കാര്യം കൂടി, ഈ ഞങ്ങളുടെ കയ്യിൽ എല്ലാം സ്റ്റോക്കുണ്ട്, അമേരിക്ക അത് സൗദിയേക്കാൾ കൂടുതൽ എണ്ണ ശേഖരമുണ്ട് എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ട്രംപ് ഇന്ന് തുടരുകയും ചെയ്തു. അതായത് ഈ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് ട്രംപ് പറഞ്ഞത്. അതെ, അങ്ങനെയാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തകൾ ഒരിക്കലും ഇതിനെ അനുകൂലിക്കുന്നതല്ല. കാര്യം അമേരിക്കയിലുള്ള ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിലാണ് അമേരിക്കയിൽ ഓയിൽ പ്രൈസും ഗ്യാസ് പ്രൈസും വർദ്ധിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ കടുത്ത പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. അവിടെ പല ഇപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള പല ആളുകളും പല ഗവർണർമാരും ട്രംപിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്ന കാര്യത്തിലെല്ലാം ട്രംപിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ തന്നെ അമേരിക്ക ഈ യുദ്ധത്തിന് ഒരു ദിവസം ചെലവാക്കുന്നത് $1 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 കോടി $. ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 30,000 കോടിക്ക് മുകളിലുള്ള ഒരു തുകയായി മാറും. അപ്പോൾ ഇത്ര വലിയൊരു തുക അമേരിക്ക നിലവിൽ ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു മാസം പിന്നിടുമ്പോൾ ഈ യുദ്ധത്തിനായി അമേരിക്ക ആകെ ചെലവാക്കിയത് ഏതാണ്ട് 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ ഇത്ര വലിയ ചെലവ് അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരു പ്രതിസന്ധിയല്ല, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ അമേരിക്ക യാതൊരു ക്ഷാമവും നേരിടുന്നില്ല എന്നതെല്ലാമാണ്. എന്നാൽ ട്രംപ് തന്നെ കുറച്ച് ദിവസം മുൻപേ പറഞ്ഞത് ഇറാനിലുള്ള ക്രൂഡ് ഓയിൽ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഖാർ ദ്വീപ് പിടിച്ചടക്കിക്കൊണ്ട് ഇവിടെയുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബ് അത് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പദ്ധതിയിലുണ്ട്. ഇതെല്ലാം ട്രംപ് എടുത്ത് സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു യു ടേൺ ആണ് ട്രംപ് എടുക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞിരുന്നു എന്നുള്ളത് പോലും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ് ട്രംപ് നിലവിൽ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ മുൻപ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചിരുന്നത് ഹോർമുസ് കടലിടുക്ക് അമേരിക്ക സംരക്ഷിക്കും, ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ പടക്കപ്പലുകൾ അകമ്പടിയാകും. ഇതെല്ലാം ട്രംപ് എടുത്തു സൂചിപ്പിച്ചതാണ്. മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങളെ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണയേകാൻ നാറ്റോ രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു. ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്ക് ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങളെ US ക്ഷണിച്ചിരുന്നു. എന്നാൽ അവിടെയാണ് US വലിയൊരു തിരിച്ചടി നേരിട്ടത്. കാര്യം നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല പല രാജ്യങ്ങളും ശക്തമായിട്ടുള്ള എതിർപ്പും അമേരിക്കയുടെ നിലപാടുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. സ്പെയിനായിരുന്നു ആദ്യം രംഗത്തെത്തിയത്. പിന്നീട് മറ്റ് രാജ്യങ്ങളും കടുത്ത വിയോജിപ്പ് തന്നെ അമേരിക്കയുടെ ഈ നിലവിലുള്ള ഒരു നിലപാടുകളിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നാറ്റോ രാജ്യങ്ങൾ അവരെല്ലാവരും ഭീരുക്കളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ട്രംപ് വാക്കുകളിലൂടെയുള്ള ഒരു തിരിച്ചടിയാണ് നടത്തിയത്. ഈ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ട്രംപിന് കൂട്ടാകും എന്നുൾപ്പെടെ അദ്ദേഹം പ്രതീക്ഷിച്ചെങ്കിലും മറ്റൊരു രാജ്യങ്ങളും ഇതിന് കടന്നു വന്നില്ല. അമേരിക്ക തുടങ്ങിവെച്ച പോരാട്ടങ്ങൾ അമേരിക്ക തന്നെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അമേരിക്ക തുടങ്ങിവെച്ച പ്രശ്നങ്ങൾ അവർ തീർക്കണം എന്നുള്ള നിലപാടിലായിരുന്നു മറ്റ് രാജ്യങ്ങൾ. എന്നാൽ ട്രംപ് നിലവിൽ
തൻ്റെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിലെ ഈ വലിയ പ്രതിസന്ധി, ഹോർമുസ് കടലിടുക്കിലുള്ള ആ ഒരു പ്രതിസന്ധി, അതിനെ അഡ്രസ്സ് ചെയ്യാതെ അത് മറ്റ് രാജ്യങ്ങൾ ആണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാം, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ് തങ്ങൾ എന്നെല്ലാമാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് കാണാനാകും. റൈറ്റ്, അജയ് സുധാവിച്ചാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ന് രാജ്യാന്തരരംഗത്ത് സംഭവിച്ചത്, അത് 54 വർഷത്തിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നാസയുടെ ആർടെമിസ് 2ാം ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആ വിക്ഷേപണം. 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് SLS റോക്കറ്റ് കുതിച്ചുയർന്നത്. RS-25 engines lit. 4, 3, 2, 1. Booster ignition. And next. Good roll pitch. Roger, roll pitch. Houston, now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time, passing 30 seconds onto the flights. Integrity passes the ultimate beacon. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity, 3 miles in altitude. Traveling more than 1,200 miles per hour. എൽദോ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള ഉദ്യമവും ആയാണ് ആർട്ടിസൺ 2 ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുന്ന തരത്തിൽ മനുഷ്യജീവിതങ്ങളെ മാറ്റുക, മനുഷ്യന്റെ മറ്റൊരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുക. ഒപ്പം ചൊവ്വയിൽ ഭാവിയിൽ ഇനി താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഇടനില അല്ലെങ്കിൽ ഇടത്താവളം എന്ന നിലയിലേക്ക് ചന്ദ്രനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും സുദീർഘമായ പരീക്ഷണങ്ങളുടെ ഒരു വിജയഘട്ടം കടന്നിരിക്കുന്നു നാസ എന്ന് തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആണ് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചുയർന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് നാസയുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റോക്കറ്റ് ആണ്, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ് ഈ റോക്കറ്റിൻ്റെ പേര്. ഈ റോക്കറ്റിനകത്ത് ഓറിയോൺ എന്ന പേടകമുണ്ട്. 32 നിലകൾ ഉള്ള ഒരു റോക്കറ്റ് ആണ് ഇത്. ഇതിനകത്ത് 4 അറകളും ശുചിമുറികളും അതോടൊപ്പം തന്നെ ഓക്സിജൻ, ഭക്ഷണം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഓറിയോൺ എന്ന പേടകം ആണ് ഉള്ളത്. ഈ ഓറിയോൺ പേടകത്തെ ചന്ദ്രോപരിതലത്തിലേക്ക് അല്ലെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഇപ്പോൾ വിജയകരമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ നാസ ശാസ്ത്രജ്ഞരെ അല്പമൊന്ന് വിയർപ്പിച്ചിരുന്നു. കാരണം വിക്ഷേപണം ആരംഭിച്ച ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഓറിയോൺ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അത് തിരിച്ചു ലഭിക്കുകയും ഈ യാത്രക്കിടയിൽ തന്നെ അവർ കാണുന്ന, അതായത് ഭൂമിക്ക് കിലോമീറ്ററുകൾ മുകളിൽ നിന്നുകൊണ്ട് അവർ കാണുന്ന കാഴ്ച എന്ത് എന്നത് സംബന്ധിച്ച സന്ദേശങ്ങൾ കൃത്യമായി സ്പേസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അയച്ചുകൊണ്ടും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അടക്കം അയച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടം നമുക്ക് പൂർണ്ണമായും വിജയം എന്ന് തന്നെ പറയാം. 10 ദിവസം നീളുന്ന ഈ ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 9,000 കിലോമീറ്റർ വരെ അടുത്തേക്ക് എത്തുക. എൽദോ ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഏതാണ്ട് 22 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഈ സംഘം സഞ്ചരിക്കുന്നത് എന്നതാണ്. അതായത് നമ്മുടെ ഭൂമിയെ 50 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന ദൂരം ആണത്. ഒരു പക്ഷേ ലോകത്ത് ഇതുവരെയും മനുഷ്യർ നടത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമേറിയ യാത്ര എന്നതുകൂടിയാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഈ ചന്ദ്രോപരിതലത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബഹിരാകാശ നിലയം എന്ന നിലയിൽ തന്നെ ഒരു ലൂണാർ സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നതാണ്. ഈ സ്പേസ് സെന്ററിനെ ഉപയോഗിച്ചുകൊണ്ട് ഹീലിയം 3 ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ പരിശോധനയും അങ്ങനെ ധാതു ഖനനവും സാധ്യമാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം. ഭാവിയിൽ ഒരു പക്ഷേ ഈ ധാതുക്കൾ, നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഭൂമിയിലെ
ധാതുക്കളുടെ ലഭ്യത കുറയുന്നത് നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്ന് ധാതു ഖനനം സാധ്യമാകുന്നുവെങ്കിൽ അങ്ങനെ ധാതുക്കൾ അടക്കം ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഒപ്പം ചൊവ്വയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ഇപ്പോഴും പരിവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ അവിടെ ഒരു ഇടത്താവളമാക്കി മാറ്റുക, അതായത് സ്ഥിരമായ നിർമ്മിതികൾ ചന്ദ്രനിൽ നടത്തുക എന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെ സ്ഥിരമായ നിർമ്മിതികൾ നടന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത. അത്തരം നിർമ്മിതികൾ സാധ്യമാകുമോ എന്നതുകൂടിയാണ് ലക്ഷ്യം. അത് സാധ്യമാകുന്നു എങ്കിൽ അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് 2027 ആണ് ആരംഭിക്കാൻ പോകുന്നത്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1972 അപ്പോളോ 17 എന്ന ഉദ്യമത്തിൽ ആണ് അവസാനമായി ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിച്ചത്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത്. ഈ യാത്രാ സംഘത്തിലെ അംഗങ്ങൾ ഇവർ ആണ്. റീഡ് വെസ്ബാൻ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ കൂടിയാണ്, ബഹിരാകാശ സഞ്ചാരിയാണ്. റീഡ് വെസ്ബാൻ ഈ സംഘത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം. ഇതിൽ ഒരു പൈലറ്റിൻ്റെ സ്വഭാവത്തോടു കൂടി ഈ സംഘത്തെ നയിക്കുന്നത് വിക്ടർ ഗ്ലോഗർ ആണ്. അദ്ദേഹവും നാസയിൽ നിന്നുള്ള ആളാണ്. എടുത്തു പറയേണ്ടത് ആദ്യമായി ഈ ചന്ദ്രദൗത്യത്തിൽ ഒരു വനിത ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റീന കോച്ച് ആണ് ഇത്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് ക്രിസ്റ്റീന. അതോടൊപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ജെറമി ഹാൻസൺ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയല്ല, മറിച്ച് കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ സഞ്ചാരിയാണ്. അമേരിക്കക്കാരൻ അല്ലാത്ത യാത്രികൻ എന്ന പ്രത്യേകതയുമുണ്ട്. ഈ 4 പേരും ദിവസങ്ങളായി ക്വാറന്റൈനിൽ ആയിരുന്നു. അതായത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കൃത്യമായി ആരോഗ്യം അടക്കം പരിരക്ഷിച്ചുകൊണ്ട് ഇവർ ദൗത്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ 4 പേർ ആണ് ഇപ്പോൾ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവരശേഖരണം നടത്തി അവർ തിരികെ എത്തും. എൽദോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ ദൗത്യത്തിന്റെ അവസാനം, അതായത് ഇവർ 10 ദിവസത്തിന് ശേഷം മടങ്ങി എത്തുക എന്നതാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് 40,000 കിലോമീറ്റർ വേഗതയിൽ ആയിരിക്കും ഈ പേടകം. ഇപ്പോൾ ഇത് റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ആണല്ലോ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഓറിയോൺ പേടകം എന്നത് തിരികെ, അതായത് ഓക്സിജനും ഭക്ഷണവും ശുചിമുറിയും ഒക്കെ ഉൾപ്പെടുന്ന 4 സ്വകാര്യ അറകൾ ഉൾപ്പെടുന്ന ഈ പേടകം തിരികെ എത്തുന്നത് 40,000 കിലോമീറ്റർ വേഗതയിലായിരിക്കും എന്നുള്ളതാണ്. ഈ വേഗതയിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കുമ്പോൾ അത് ഈ സൂര്യൻ്റെ താപവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ്ട് സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂട് എത്രയാണോ അതിൻ്റെ പകുതി ചൂട്, അതായത് 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആയിരിക്കും ചൂട് എന്നതാണ്. ഒരു പക്ഷേ അത് ഒരു സാധാരണ മനുഷ്യന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. 2700 അധികം വരുന്ന ചൂട് എന്നത്. അപ്പോൾ ഇത്രയും ചൂടിനെ സഹിക്കാൻ പറ്റുന്ന ഒരു പേടകം ആണത്. അതിനുശേഷം ആ പേടകം ഭൂമിയിലേക്ക് കടന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചിത ദൂരപരിധിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി ഈ യാത്രികർ വേർപിരിയുകയും അങ്ങനെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതി ഇപ്പോൾ വിജയകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം വലിയ നേട്ടങ്ങളുമായി അവർ തിരികെ എത്തും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എൽദോ റൈറ്റ്, KP അഭിലാഷാണ് വിവരങ്ങളുമായി ചേർന്നത്. വളരെ വിശദമായി. എന്നാണെങ്കിലും ആർടെമിസ് 2 ദൗത്യം അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പോസിബിൾ ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ്. വടക്കന്തറയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് ഇന്നലെ ഒരു കൂട്ടം BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടഞ്ഞത്. മനക്കത്തോടെയൊക്കെ വാങ്ങി വെച്ച പോലെ
എന്നാൽ സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. വലിയ തോതിൽ പ്രതിഷേധത്തിനുള്ള തീരുമാനത്തിലുള്ള UDF പ്രവർത്തകർ. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളുടെ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത. രമേശ് പിഷാരടിക്കെതിരായിട്ടുള്ള BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കുകയായിരുന്നു BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് ഈ തരത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. ഇത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്നും എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ പീഡനത്തിന് വിധേയമാകുന്ന മുറിയിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് എന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചർച്ച നടക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരുടെയും വിഷയം കാണേണ്ടത് എന്നാണോ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ടത്? അപ്പൊ സ്ഥാനാർത്ഥിയുടെ നാക്ക് സൂക്ഷിച്ച് സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥിക്ക് സുഗമമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അമ്മമാർ എന്ത് നടപടി സ്വീകരിക്കും, അമ്മമാർ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ജോലിയല്ല എനിക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീയെ അപമാനിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എത്ര സ്ത്രീകളെ അപമാനിച്ചു, എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് ഇവിടെ മാനഹാനി ഉണ്ടാക്കി, കേരളത്തിന് അപമാനമുണ്ടാക്കി, പാലക്കാടിന് അപമാനമുണ്ടാക്കി. എന്ത് നടപടി ഉണ്ടായി? എന്താ ഉണ്ടായത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബലാത്സംഗ വീരന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് എന്റെ അരികിലേക്ക് വരണ്ട. ബാക്കി മറ്റു കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതേസമയം സംഭവത്തിൽ രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ് രംഗത്തെത്തി. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എതിർ സ്ഥാനാർത്ഥികളോട് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഒക്കെ കാണാം, പക്ഷേ അതൊന്നും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പോ വിദ്വേഷമോ അല്ല എന്നാണ് തന്റെ നിലപാടെന്ന് റസാഖ് പ്രതികരിച്ചു. പ്രിയമുള്ള പാലക്കാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, വോട്ടർമാരെ, ഇന്ന് പാലക്കാട് നഗരത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പര്യടനത്തിന് പോയ സമയത്ത് അവിടെ വേറൊരു പാർട്ടിയിൽപ്പെട്ട കുറച്ചുപേരെ തടയുകയും ആ തടഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചയക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. പ്രിയമുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഒരാള് നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. അവരെല്ലാ സ്ഥലത്തും വന്ന് വോട്ട് ചോദിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഏത് പാർട്ടിയുടെ ആൾക്കാർക്കും അവരുടേതായ ഒരു ആദർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആദർശങ്ങളിൽ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനം ഒന്നുമല്ല. ഇങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ ആയതുകൊണ്ട് ഇമാതിരിയുള്ള ഈ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള അണികളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ഉണ്ടായാൽ നമ്മുടെ നാട് നമുക്കത് നമ്മളെ പിടിച്ചാൽ കിട്ടുന്ന തരത്തിൽ ആവില്ലല്ലോ. ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണം. പാലക്കാട്ടുകാരെല്ലാവരും ഒന്നാണ്. പാലക്കാട്ടുകാരുടെ മനസ്സങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം വരയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള പക്ഷം പിടിക്കലൊക്കെ. അത് കഴിഞ്ഞാൽ നാം എല്ലാവരും ഒന്നാണ്. പ്രിയമുള്ളവരെല്ലാവരും അതിൽ നിന്ന് മാറി നിൽക്കണം. ഇത് ഇനി ആവർത്തിക്കരുത് എന്നാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. CV അനുമോദ് കൂടുതൽ വിവരണം നൽകും. അനുമോദ്, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ മറ്റൊരു മുന്നണിയുടെ പ്രവർത്തകർ തടയുന്ന സാഹചര്യം, അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. എന്താണേലും അതിൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് UDF പ്രവർത്തകർ. ശരിക്കും അത് വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻഡായി നടന്ന ഒരു തടയായിരുന്നു. ഇനി എന്താണ് കോൺഗ്രസ് നേതൃത്വം അതിനോട് സമീപിക്കുന്ന ഒരു നിലപാട്? എൽദോ, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രാധാന്യം ഇതിന് കാണേണ്ടതുണ്ട്. ഇതിൽ ആദ്യമായിട്ട് BJP ഇത് ഈ സ്ത്രീ പീഡന പരാതികളുടെ തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളെ, അത്തരത്തിലുള്ള സംഭവങ്ങളെ രമേശ് പിഷാരടി ന്യായീകരിച്ചതുകൊണ്ടുള്ള പ്രതിഷേധം എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തുള്ള പ്രചരണം.
പക്ഷേ കോൺഗ്രസ് ഇതിനെ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം വളരെ വൈകാരികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു തലവേദന മാങ്കൂട്ടത്തിനെതിരായ കേസും പ്രക്ഷോഭിനെതിരായ കേസും ഒക്കെ വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ മൂത്താന്തറയിൽ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ്. മാത്രമല്ല വളരെ ബുദ്ധിപൂർവ്വമാണ് കോൺഗ്രസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. കാരണം പൊതുവെ ഉണ്ടായിട്ടുള്ള ഈ ഒരു നടപടിക്കെതിരായിട്ടുള്ള വികാരം അത് കോൺഗ്രസിന് അനുകൂലമായി മുതലെടുക്കുവാൻ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. കൂടുതൽ പറഞ്ഞ് ഈ വിഷയത്തിൽ കൂടുതൽ അത് വിവാദമാക്കാതെ മറിച്ച് ഇതൊരു സൈലന്റ് ക്യാമ്പയിൻ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ സൈലന്റ് ക്യാമ്പയിൻ്റെ വിഷയമായിട്ട് ഈ തരത്തിലുള്ള നീക്കങ്ങളെ കാണുകയും അത്തരത്തിൽ ഒരു ഇമേജ് അവിടെ സ്ഥാനാർത്ഥിക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം BJP വളരെ വൈകാരികമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുന്നത്. പാലക്കാട് രമേശ് പിഷാരടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് എന്ന തരത്തിൽ രാഹുലിൻ്റെതിരായ കേസുകളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവിടെ പ്രചരിക്കപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ അവർ രമേശ് പിഷാരടിയെ തടഞ്ഞ് ഒരു പടി കൂടി അപ്പുറത്തേക്ക് അവരുടെ പ്രതിഷേധം എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് അതായത് വോട്ടെടുപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് പറയാനാകില്ല. ഇത് കണ്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് LDFിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ LDF നേരത്തെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF ഇതിൽ അല്പം നിശബ്ദത പാലിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് ഈ സാഹചര്യത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. BJPയുടെ ഭാഗത്ത് ഒരു തരത്തിൽ നമുക്കതിന് വിലയിരുത്താൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രന് എതിരായിട്ടുള്ളൊരു നീക്കമായിട്ട് തന്നെ വേണമെങ്കിൽ അതിനെ വിലയിരുത്താനും സാധിക്കും. കാരണം ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് ആ മേഖലയിൽ ഒരുപക്ഷെ BJPയുടെ വോട്ട് നഷ്ടപ്പെടുത്തില്ല. പക്ഷേ ആ മേഖലയ്ക്ക് പുറത്ത് ഈ ഒരു സംഭവത്താൽ BJPക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ആത്യന്തികമായിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചാൽ നഷ്ടമാകും ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലും BJPയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാണെങ്കിലും കോൺഗ്രസ് ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ് കിട്ടിയ അവസരമായി ഉപയോഗിക്കാനുള്ള നീക്കമാണ്. ഒരുപക്ഷെ പരസ്യമായ പ്രതിഷേധങ്ങൾക്കാവില്ല, നിശബ്ദമായിട്ട് ഇത് പ്രചരിപ്പിക്കാനായിരിക്കും അവിടെ കോൺഗ്രസ് ശ്രമിക്കുക. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ വേണം രമേശ് പിഷാരടിയെ ഇന്നലെ തടഞ്ഞ ഈ സംഭവത്തെ കാണുവാൻ. റൈറ്റ്, വലിയ തോതിൽ അത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് അനുമോദ് വിവരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമായിട്ടുള്ള ഒരു ഗതി നിർണ്ണയിക്കാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കും. കേരള വിധി എഴുതാൻ ഇനി 7 ദിവസം മാത്രമാണ്. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാവുകയാണ്. LDF, UDF മുന്നണികളുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക കോഴിക്കോട് പുറത്തിറക്കുക. MV ഗോവിന്ദൻ, LDF കൺവീനർ, മുന്നണിയിലെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഈ മുന്നണി പത്രിക പുറത്തിറക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, K-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്തഘട്ട പ്രഖ്യാപനങ്ങൾ ഈ പത്രികയിൽ ഉണ്ടാകാനാണ് സാധ്യത. കൊച്ചിയിലാണ് UDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, KC വേണുഗോപാൽ, VD സതീശൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നതാണ് ആകാംക്ഷ. ഡാൻ കുര്യൻ, MS അനീഷ് കുമാർ, ഒപ്പം ആജ്ഞ രവീന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇനി 7 ദിവസമാണ്. പ്രകടന പത്രികകൾ LDFും UDFും എന്ന് പുറത്തിറക്കുന്നു. അതായത് ഇനി ഏതാണ്ട് ഒരാഴ്ച, ആ സമയം മാത്രമാണ് ബാക്കിയുള്ളൂ. ലാസ്റ്റ് ലാപ്പ് എന്ന് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാം. പൊതു ചിത്രം എന്താണ്? ഇതിനിടയിൽ ഒരുപാട് സർവേകളുടെ ആദ്യഘട്ട സർവേകളിലൊക്കെ ഫലങ്ങൾ വരുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എങ്ങനെയാണ് ചലനം ഉണ്ടാക്കുന്നത്? കേരളം ആര് ഭരിക്കണമെന്ന് വിധി എഴുതാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്തുടനീളം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം 3 മുന്നണികളും തമ്മിൽ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം BJP മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വലിയ സ്വാധീനമായി മാറിയിരിക്കുന്ന, പല മണ്ഡലങ്ങളിലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന തരത്തിൽ നിർണായകമായി സ്വാധീനമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ പ്രവചനത്തിന് അതീതമായി കാര്യങ്ങൾ മാറുന്ന തിരുവനന്തപുരത്തെ നേമവും വട്ടിയൂർക്കാവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലടക്കം വലിയ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി വീണ്ടും സംസ്ഥാനത്ത് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ചെറിയൻകീഴിലും കൊല്ലത്തും വൈകുന്നേരം വട്ടിയൂർക്കാവിലും
തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമാകും. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തലസ്ഥാനത്തുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി കിള്ളിപ്പാലത്ത് റോഡ് ഷോ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ നേമം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം റോഡ് ഷോ ആയി പങ്കെടുക്കുക. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തലസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട് സജ്ജമാകുന്നുണ്ട്. 4-ാം തീയതി വൈകുന്നേരമായിരിക്കും തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുക. ഇത്തരത്തിലുള്ള വലിയ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് പരമാവധി സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തി പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക UDF-ഉം LDF-ഉം ഔദ്യോഗികമായി പുറത്തിറക്കുന്നതോടെ ഇനി ആ പ്രകടന പത്രിക കേന്ദ്രീകരിച്ചുകൊണ്ടാകും ചർച്ച. നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ അടക്കം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ തലസ്ഥാനത്ത് വലിയ ജനാവലിയെ സാക്ഷിയാക്കിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങളോട് ഇടതുപക്ഷം ഉയർത്തിയ വിമർശനം. 600 രൂപയായിരുന്നപ്പോൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിയാതിരുന്നവർ എങ്ങനെ 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ നൽകുമെന്ന വലിയ ആക്ഷേപവും വിമർശനവുമൊക്കെ ഉന്നയിച്ചതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അടക്കമുള്ള വലിയ ക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറെ ഏതൊക്കെ ജനകീയ പദ്ധതികൾ ഈ മാനിഫെസ്റ്റോയിൽ ഈ പ്രകടന പത്രികയിൽ ഇടം പിടിക്കും എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ LDF-ന്റെ പ്രകടന പത്രികയും കൃത്യമായി ജനക്ഷേമ പദ്ധതികൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഉള്ളതാകും. ഇതിൽ ആ പ്രകടന പത്രികയിലെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ഒരാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുക. അതായത് വിവാദങ്ങൾക്കാണോ വികസനത്തിനാണോ വോട്ടർമാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന കൃത്യമായ ഒരു സന്ദേശം വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാകും ഓരോ മുന്നണികളുടെയും പ്രചാരണം. അതിലെടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസിന് വെല്ലുവിളിയായി മാറുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു കാലതാമസമുണ്ടായി വീടുകൾ നിർമ്മിച്ചു നൽകാൻ എന്ന തരത്തിലുള്ള പ്രചാരണം CPM വയനാടിനപ്പുറത്തേക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. പ്രധാനമന്ത്രി അടക്കം എത്തുന്നത് BJP ക്യാമ്പിലും വലിയ ആവേശം പകരുന്നുണ്ട്. അതായത് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ 1 മുതൽ 5 സീറ്റുകൾ വരെ തങ്ങൾക്ക് പ്രവചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് നേമത്ത് അടക്കം അത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഇനി വിവരങ്ങൾ നൽകാൻ. LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത് കോഴിക്കോടാണ്. അനീഷ്, എപ്പോഴാണ് പരിപാടി ആരംഭിക്കുക? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഹെൽദോ, അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻപെങ്ങും ഇല്ലാത്ത വിധം ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികകളാണ് ഓരോ മുന്നണിയും ഇപ്പോൾ കേരളത്തിൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു ഇത്തരം ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകി വോട്ട് ആകർഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അത് മാറി കേരളത്തിലും കൈനിറയെ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളും നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പരമാവധി സൗജന്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നുള്ള നടപടിയാണ് തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ടാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അതിൽ സൗജന്യമായി KSRTC ബസ്സിൽ യാത്രയുണ്ട്, വിദ്യാർത്ഥികൾക്ക് പണം ലഭിക്കുന്ന പദ്ധതിയുണ്ട്, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഒപ്പം ആ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ സൗജന്യങ്ങളുടെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാവും. പെൻഷൻ തുക 3000 ആക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. BJPയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ പറയുന്നു. പക്ഷേ ഒരു പടി കൂടി കടന്ന് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് 2 ഗ്യാസ് സിലിണ്ടർ 1 വർഷം നൽകും എന്നതുപോലും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യൂട്ടിലിറ്റി കാർഡുകൾ, ഈ ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന കാർഡുകൾ എല്ലാ മാസവും വീട്ടമ്മമാർക്ക് നൽകും എന്നതടക്കമുള്ള നേരിട്ട് ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. മോണോറെയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, സംസ്ഥാനത്തെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ തുടങ്ങിയ പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ പദ്ധതികളുടെ ഒക്കെ ഒരു തുടർച്ചയാണെന്ന് ഇപ്പോൾ LDF എന്ത് പ്രഖ്യാപിക്കും എന്നതിൽ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ സൗജന്യങ്ങളാണ് LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? സൗജന്യ യാത്ര അടക്കം ഓഫർ ചെയ്ത് വനിതാ വോട്ടർമാരുടെ വോട്ട് സമാഹരിക്കുന്നതിനുള്ള വലിയ നീക്കം UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനായി എന്ത് ഓഫറാണ് ഇത്തവണ LDF
നൽകുക എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം പെൻഷൻ തുക 3000-ലേക്ക് നിജപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. അതിനേക്കാൾ ഒരു ഉയർന്ന തുക LDF നൽകുമോ അല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനം നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചാ വിഷയമായി മാറിയത് ഈ പെൻഷൻ തന്നെയായിരുന്നു. ഒരു കാലത്ത് UDF ഈ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തില്ല. മാസങ്ങളുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നാണ് LDF സർക്കാർ അല്ലെങ്കിൽ LDF നേതാക്കൾ ആരോപിച്ചിരുന്നത്. അതിനുശേഷം കൃത്യമായി ചില സമയങ്ങളിൽ LDF-നും ഇത് സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അടിമാലിയിലെ മറിയക്കുട്ടിയൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ട്. അത്തരം ഒരു വിവാദത്തിലേക്ക് ഇറങ്ങുകയും എന്നാൽ പിന്നീട് ആ വിവാദം മറികടന്ന് ഇപ്പോൾ കൃത്യമായി വിതരണം ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും 2 മാസത്തെ പെൻഷൻ തുക ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്തു. അതുകൊണ്ട് പെൻഷൻ ഏറ്റവും വലിയ ആകർഷണമായി നിൽക്കുന്നു. പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമോ, മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങളാണ്, മറ്റെന്തൊക്കെ വൻകിട പദ്ധതികളാണ് ജനങ്ങളിലേക്ക് എത്തുക എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ ഏത് തരത്തിലാവും ഇനി പുനർനിർവചനം ഈ ലൈഫ് പദ്ധതി നടത്തുക, കെഫോൺ പോലെയുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ എന്ത് മാറ്റങ്ങളാണ് ഇനി വരുത്താൻ പോകുക എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയാവും. നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള ഒരാഴ്ചക്കാലം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഊന്നിയുള്ള തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കും, കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിരുന്നു, കഴിഞ്ഞ തവണ വാഗ്ദാനങ്ങൾ നൽകിയത് ഇത്തവണ വീണ്ടും സ്ഥാനം പിടിക്കുന്നു എന്നടക്കമുള്ള തലനാരിഴ കീറിയുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തും. എന്തായാലും അല്പസമയത്തിനകം വോട്ടർമാർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങും. LDF-ന്റെ പ്രകടന പത്രിക പ്രകാശനത്തിന്റെ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അനീഷ് കുമാർ പറയുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കാം. ഇനി ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി പോകുന്നു. ആജ്ഞ, UDF പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അവിടെ രവീന്ദ്ര റെഡ്ഡി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിക്കും പുറം എന്തുണ്ടാകും ആ പ്രകടന പത്രികയിൽ? എൽദോ അല്പസമയത്തിനകം UDF പ്രകടന പത്രിക പുറത്തിറക്കും. എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലായിരിക്കും. അതുപോലെ VD സതീശനും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളുടേത് പ്രധാനമായിട്ടും അതിൽ മുതിർന്ന സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, അതുപോലെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസം രൂപയും പ്രഖ്യാപനത്തിലുണ്ട്. അതുമാത്രമല്ല, പ്രധാനമായിട്ടും ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നുള്ളത് കാര്യം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അത് 25 ലക്ഷം വരെ കവറേജ് ഉൾപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. അതുപോലെ യുവാക്കൾക്ക് ബിസിനസ്സിനായിട്ടും അതല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പലിശരഹിത വായ്പകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നതാണ്. അത് ഗ്യാരണ്ടി ആയി തന്നെ അദ്ദേഹം നേരത്തെ തന്നെ കേരളത്തിന് വേണ്ടി ഗ്യാരണ്ടി പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ UDF പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ 10 വർഷത്തെ LDF ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വികസന നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് UDF-ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായി തന്നെ വിദഗ്ധരോട് ചർച്ച ചെയ്ത ശേഷമാണ് UDF-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും 10 വർഷം കേരളത്തിൽ LDF മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ, അതിൽ പ്രത്യേകിച്ചും ഇനി LDF-ന്റെ സാക്ഷാത്കരിക്കാനുള്ള ഈ തുടർഭരണം ഉണ്ടായാൽ സാക്ഷാത്കരിക്കാൻ പോകുന്ന പദ്ധതികൾ, അതിനെന്തായിരിക്കും ഭാവി എന്തായിരിക്കും, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് UDF-ന് എന്തെങ്കിലും പറയാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഈ തരത്തിൽ തുടർഭരണം സംഭവിക്കുന്നത് ആദ്യമാണ്. അതിനുശേഷമാണ് UDF ഇപ്പോൾ തങ്ങൾക്ക് ഭരണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് ഭരണം കിട്ടിയാൽ അതല്ലെങ്കിൽ തങ്ങൾക്ക് 100 സീറ്റിലധികം കിട്ടുമെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ LDF ഈ 10 വർഷം മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വേണം ഇനി UDF-ന് മുന്നോട്ട് പോകാൻ. കാരണം വികസന മുരടിപ്പ് കൊണ്ട് കാര്യമില്ല. കാരണം അത് വോട്ടർമാരുടെ കണ്ണിൽ അത്തരത്തിൽ പൊടിയിടാൻ UDF-ന് കഴിയില്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി തന്നെ നേരത്തെ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചപ്പോഴും വികസന പ്രകടന പത്രികയുമായി മുന്നോട്ടുള്ള പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്ന വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുക. അതുപോലെ VD സതീശൻ, ദീപാദാസ് മുൻഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളും കൊച്ചിയിലുണ്ട്. റൈറ്റ്, UDFന്റെ പ്രകടന പത്രിക പ്രകാശനവും ഇന്ന് നടക്കുകയാണ്. എന്നാലും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്. വിവരങ്ങളാണ് ഡാൻ കുര്യൻ, MS അനീഷ് കുമാർ, ആജ്ഞ രവീന്ദ്രൻ എന്നിവർ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ്, വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. ഇന്ന് പെസഹ വ്യാഴം. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രിസ്ത്യൻ വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ചിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുറിച്ചു പങ്കിട്ടതുപോലെ നമുക്ക് മുറിച്ചു പങ്കിടാൻ കഴിവുള്ളവരാകാം. കർത്താവ് കാല് കഴുകി വിനയത്തിൻ്റെ അടയാളം പ്രകടിപ്പിച്ചതുപോലെ വിനീതരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കരം കൊടുക്കുന്ന നല്ല സമ്പ്രദായക്കാരാകാൻ
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യുസ് തൃതീയം കാതോലിക്ക ബാവ പാമ്പാടി ദേറായിൽ പെസഹ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകി. പുലർച്ചെ 2 മണിക്ക് പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. അവനവരോട് ഞാൻ പീഡ അനുഭവിക്കുന്നു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് പീഠാനുഭവത്തിലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. അന്ത്യത്താഴത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിനം. എങ്ങനെയാണ് പള്ളികളിലെ ശുശ്രൂഷകളൊക്കെ പുരോഗമിക്കുന്നത്? വൈകുന്നേരവും ഉണ്ടല്ലോ ചില പള്ളികളിൽ കാൽകൈകൾ ശുശ്രൂഷകൾ. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിൻ്റെ സ്മരണ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ ദിനാചരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽകഴുകൽ ശുശ്രൂഷ തന്നെയാണ്. എളിമയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം പ്രതീകമായി ക്രിസ്തുദേവൻ തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നത് ഓർമ്മ പുതുക്കിക്കൊണ്ട് അതിൻ്റെ ദിനാചരണ ചടങ്ങുകളാണ്, ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ നടന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് പുരോഹിതൻ ഒരു സ്മരണ പുതുക്കൽ ചടങ്ങുകൾ ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നു. എറണാകുളത്ത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. അവിടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടൊപ്പം തന്നെയാണ് വിവിധ ദേവാലയങ്ങളിലും ചടങ്ങുകൾ നടന്നു. ഇതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നുകൂടി ഈ പെസഹയ്ക്ക് വിശേഷണമുണ്ട്. ഹിബ്രു ഭാഷയിൽ കടന്നുപോകൽ എന്നാണ് പെസഹയുടെ അർത്ഥം. അതുപോലെ ഭവനങ്ങളിൽ ഓരോരുത്തരും തന്നെ കുടുംബനാഥൻ ഈ തിരുവത്താഴത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് കുടുംബനാഥൻ പുളിപ്പില്ലാത്ത അപ്പം കുടുംബാംഗങ്ങൾക്ക് പകർന്നു നൽകുക എന്നൊരു ചടങ്ങ് കൂടി വീടുകളിൽ നടക്കും. വൈകുന്നേരങ്ങളിൽ അത്തരമൊരു ചടങ്ങ് കൂടി നടക്കും. പിന്നീടുള്ള ഈ ഒരു വിശുദ്ധ വാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദിവസം ഓശാന ഞായറോടുകൂടി തുടങ്ങിയ ദിവസം ഇപ്പോൾ പെസഹ ആചരണത്തിന്റെ പെസഹ ദിനത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ദുഃഖവെള്ളി അടക്കമുള്ള പീഠാനുഭവ വാരത്തിന്റെ കൂടി ചടങ്ങുകളിലേക്ക് വരും ദിവസം കടക്കും. എന്തായാലും പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ മതമേലധ്യക്ഷന്മാർ തന്നെ നേതൃത്വം നൽകി. ലത്തീൻ സഭ പള്ളികളിൽ വൈകിട്ടാണ് പെസഹ ദിനാചരണ ചടങ്ങുകൾ നടക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പെസഹ ദിനത്തിൽ പ്രത്യേക ശുശ്രൂഷകൾ പള്ളികളിലൊക്കെ നടക്കുന്നു. വിവിധ സഭാ മേലധ്യക്ഷന്മാർ അതിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ്.